Hello. എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്ത് സാരീസ് അയച്ചു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് മിക്കവാറും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി പെൻഡിങ് ആയിട്ട് സാരീസ് ഉണ്ട്. എന്നാലും ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സാരീസ് അയച്ചു തന്നോട്ടെ എന്നൊക്കെ. നമ്മൾ ആരോടും അങ്ങനെ അയക്കണ്ട വേണ്ട എന്ന് പറയാറില്ല. എന്നാലും നമ്മൾ കുറച്ച് നമുക്ക് സാരീസ് കാണിക്കാനായിട്ട് താമസമുണ്ട്. അത് ഓക്കെ ആവുന്നവർ മാത്രമേ നമുക്കിനിയും സാരീസ് അയച്ചാൽ മതി നമ്മൾ ഡയറക്റ്റ് പറയുന്നവരോട് കോൺടാക്ട് ചെയ്യുന്നോട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് സാരീസ് കാണിക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാണ്. നമ്മൾ കൂടുതലും DTDC ത്രൂ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് കൊറിയർ അയക്കുന്നത്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി സാരീസ് ഒക്കെ ആണെങ്കിലും പ്രീ ബുക്ക് ചെയ്യുന്ന സാരീസ് ഒക്കെ ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊന്നും ഡിസ്പാച്ച് പറ്റിയെന്ന് വരത്തില്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പറയാറുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ ചിലപ്പം കുറച്ച് ദിവസമൊക്കെ മുമ്പോട്ട് ചില സാഹചര്യങ്ങളാൽ കുറേ ദിവസം മുമ്പോട്ട് പോകേണ്ട വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാറുണ്ട്. കുറെ ആൾക്കാരൊക്കെ അത് ഓക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് പറയാറുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ താമസിക്കാൻ താല്പര്യമില്ല, അവർക്ക് ഓർഡർ ഫോർവേഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും ഈ പറഞ്ഞ നോർമലി നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സിന് റീഫണ്ട് ഉള്ളതല്ല. നമുക്കല്ലാത്ത ഹാൻഡ് പിക്ക് കളക്ഷൻ അതുപോലെ പ്ലെയിൻ സാരീസിനൊക്കെയാണ് റീപ്ലേസ്മെന്റ് ആണെങ്കിലും റീഫണ്ട് ആണെങ്കിലും ഉള്ളത്. കസ്റ്റമൈസ്ഡ് ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യുന്ന അതിന് നമ്മൾ ഇത് റീഫണ്ട് എടുക്കുന്നതല്ല. എന്നാൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ വരുന്ന സമയത്താണെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കുന്ന എന്താണെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അതിന് മുമ്പ് നമ്മൾ പേയ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മളൊരു ഡിലേ വരുത്താറില്ല. നമ്മളടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്തെന്നറിയാം. നമ്മൾ ഫുൾ പേയ്മെന്റ് ആദ്യമേ വാങ്ങിക്കാറില്ല. മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കാറുള്ളൂ. വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കി ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ബാക്കി പേയ്മെന്റ് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ പേയ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഡിലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ കൊറിയേഴ്സ് അയക്കുന്നത്. എല്ലാ കൊറിയർ ഇപ്പം നമ്മളൊരു 100 കൊറിയറോ അല്ല 150 കൊറിയറോ ഒരുമിച്ച് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3-4 കൊറിയറുകൾക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, വരാറുമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഒരുമിച്ച് കൊണ്ടുവന്ന് ബുക്ക് ചെയ്യിക്കുവല്ല ചെയ്യാറ്. എവിടെയാണെങ്കിലും നമ്മൾ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോരുക ചെയ്യുന്നത്. അവരതിരുന്ന് ബുക്ക് ചെയ്യുക ചെയ്യുന്നത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്സാവാറുണ്ട്. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എന്നാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇതുവരെ. നമുക്കത് ഈ പറഞ്ഞ പോലെ ഓഫീസിലുണ്ടാകും. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഡിലേ സംഭവിച്ചിട്ടുണ്ട് കുറേ കസ്റ്റമേഴ്സിന്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്യുവാണ്. നമ്മൾ ഒരിക്കലും പേയ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം മനഃപൂർവ്വം നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യാതെ നിങ്ങളെ പറ്റിക്കത്തോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും നമ്മൾ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ കൊണ്ട് അത് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഒരു പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം കസ്റ്റമേഴ്സിനൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആണല്ലോ, ഒരു പേടിയാണ് നമുക്ക് സാധനം കിട്ടുമോ പൈസ പോവോ എന്നൊക്കെയുള്ളത്. അങ്ങനെ ഒരു രീതിയിലുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഇന്ന് ഈ സബ്സ്ക്രൈബർ കളക്ഷനിലുള്ള സാരീസ് കാണാം. അപ്പൊ നമുക്കിനി സാരീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഇതുപോലൊരു ഷാഡോ വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്ക് എംബ്രോയിഡറി ആണ്. ഇത് ബ്ലാക്കും മെറൂണിഷ് റെഡും കൂടെ ഉള്ളൊരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സെൻട്രൽ പോർഷനിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഫ്ലവേഴ്സിന്റെ എൻ പോർഷനും അതുപോലെ ചെറിയ ബീഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഉള്ള മിക്സിലാണ് ഇതിനകത്ത് ആ ഒരു ഗ്രീനിന്റെ എലമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ ആണ്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്നത് പോലെ രണ്ട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈനും ഉള്ളിൽ വരുന്ന ഏറ്റവും അങ്ങറ്റത്ത് വരുന്ന എൻഡിൽ വരുന്നത് പോലെ ഒരു ഡിസൈനും. അങ്ങനെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ്. ആ ഒരു കുറച്ചും കൂടെ ആ പല്ലുവിനോട് ചേർന്ന് തന്നെ വരുന്നത് പോലെയാണ് റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കവറേജ് വരുന്നത് പോലെ അത്യാവശ്യം ഒരു കൈപ്പത്തി വലിപ്പത്തിൽ വരുന്ന പോലത്തെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈൻ എൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ സെയിം ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇത് കൂടാണ്ട് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബ്ലൗസും ഉണ്ട്. ഇങ്ങനെ ബ്ലൗസിന്റെ 2 സ്ലീവ്സിലും ഇതുപോലത്തെ ഒരു ചെറിയ ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2095 ആണ്. 2095 rupees ആണ്.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മളൊരു പൗഡർ ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഇതുപോലൊരു പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഒരു ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ലേസി സ്റ്റിച്ചിന്റെ ഇടയ്ക്ക് സെൻട്രൽ പോർഷനിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേസി സ്റ്റിച്ചിന്റെ ഉള്ളിൽ കുറച്ചൊരു തിക്നെസ് ഉള്ള ഒരു പാറ്റേണിലാണ് ഫ്ലവേഴ്സിന് അപ്പിയറൻസ് വരുന്നത്. അതിന്റെ സെൻട്രൽ പോർഷനിൽ ഈ ഒരു സാരിയോട് സിമിലർ ആവുന്ന ഒരു ബീഡ് വർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു ഡാർക്കർ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ലീഫ് പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ ആണ്. ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ എൻഡ് പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്നുണ്ട്. 2 ഫ്ലവേഴ്സും ചെറിയ ലീഫും വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നേരത്തെ കാണിച്ച സാരിയുടെ പോലെ തന്നെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം ഒരു കവറേജ് വരുന്നത് പോലെ ഒരു കൈപ്പത്തി വലുപ്പത്തിൽ വരുന്ന 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളർ കോമ്പിനേഷൻ ആണ്. നമുക്ക് ഡെയിലി വെയറിന് പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ. സാരിയുടെ ആണെങ്കിലും ഡിസൈൻ ഒക്കെ ആണെങ്കിലും നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഡിസൈൻ, ഒരു സ്റ്റാൻഡിങ് പോസിൽ. അത് കൂടാണ്ട് ഇതിന്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെ ഇതുപോലെ ചെറിയ ഡിസൈൻസും ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഈ നമ്മൾ ഉടുക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ കാണാവുന്ന പോലെ ചെറിയ ഡിസൈൻസ് നമ്മൾ ആ റണ്ണിങ് പോർഷനിൽ കണ്ട ഡിസൈൻ ഇതിന്റെ ആ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ എല്ലാം വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ഡിസൈൻസ് ആണ് ഈ ഒരു ചെറിയ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് റൈറ്റ് ലെഗ് പോർഷനിൽ നമുക്ക് ഉടുത്ത് വരുമ്പം ഫ്ലീറ്റ്സിന് മുമ്പിൽ വരുന്നത് പോലെ കാണാനായിട്ട് നമ്മൾ പല്ലുവിലൊക്കെ കണ്ട അതേ സൈസിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2075 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലെ കോട്ടൺ സാരിയിൽ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആണ്. കോട്ടൺ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് യൂസ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫുൾ ബോർഡറും ഇതുപോലെ ഈ ഒരു മജന്ത ഷെയ്ഡ് വെച്ചിട്ട് പിങ്ക്, ഡാർക്ക് പിങ്ക് മജന്ത ഷെയ്ഡ് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ. ഒരു ക്ലൈംബിംഗ് പാറ്റേണിലുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. കുറച്ച് മൾട്ടി കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഇതിനകത്ത് പല്ലുവിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ കുറേ ഡിസൈൻസ് ചെറിയ ഇത് വരുന്നത് പോലത്തെ നമ്പർ ഓഫ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഇതുപോലെ റണ്ണിങ് പോർഷനിലോട്ട് വരുന്നിടത്ത് ഡിസൈൻസ് വരുന്നുണ്ട്. അങ്ങനെ പല്ലു അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ സാരിയുടെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ ഓരോ ഫ്ലവേഴ്സും ഓരോ കളർ കോമ്പിനേഷൻ, അതായത് ആ വലിയ ഫ്ലവർ ചെയ്തിരിക്കുന്ന ആ കളർ കോമ്പിനേഷൻ മിക്സ് ചെയ്താണ് ഇതിനകത്ത് ഓരോ സിംഗിൾ ഫ്ലവേഴ്സും ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈൻ്റെ ആ ഒരു ഔട്ടർ പോർഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സെൻട്രൽ പോർഷൻ ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ കുറച്ചും കൂടെ വലുപ്പത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ചെറിയ സൈസിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയ സൈസിൽ ചെയ്തിരിക്കുമ്പോൾ ആ ഡിസൈൻ കൂടുതലായിട്ട് ഭംഗി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ ഫ്ലവേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈൻ. അതിനുശേഷം അതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ കളർഫുൾ ആയിട്ട് ഈ ഒരു ബ്ലാക്കിലാണ് ഡിസൈൻ വരുന്നത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം കറുപ്പാണെങ്കിലും കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ഇത് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ, കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള കോട്ടൺ ആട്ടോ. കുറച്ചൊരു കോയൽ കോട്ടൺ എന്നൊക്കെ പറയുന്ന പോലത്തെ കോട്ടൺ ആണെന്ന് തോന്നുന്നു. പ്യുവർ കോട്ടൺ ഫാബ്രിക് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ ഈ സാരിയിലെ ഏറ്റവും ഹൈലൈറ്റ്. ഡിഫറെൻറ്റ് പിങ്കിൻ്റെ ഷെയ്ഡ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഓറഞ്ച് പിങ്ക് കോമ്പിനേഷനിലുള്ള ആ ഒരു മൾട്ടി കളർ ത്രെഡും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് യെല്ലോയുടെയും അതുപോലെ ഈ ഒരു മൾട്ടി കളർ ത്രെഡ് ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ്റെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലൂ എലമെൻറ്റും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 ഷെയ്ഡ്സ് ഓഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ നമ്മൾ ആ പല്ലുവിൽ കണ്ടതുപോലെ സ്കാറ്റർ ചെയ്ത ഫ്ലവേഴ്സ് ഇതിൻ്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് കൂടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ വന്ന്
കംപ്ലീറ്റ് ചെയ്യുവാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോൾ സ്റ്റാൻഡിങ് പോസിൽ ഒരു ക്ലൈംബിംഗ് പാറ്റേണിലുള്ളൊരു 4-5 ഡിസൈനുള്ളൊരു ഫ്ലവേഴ്സ് ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2050 ആണ്, 2050 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലെ മംഗൽഗിരി കോട്ടൺ ആണ്. മംഗൽഗിരി പട്ടല്ല, മംഗൽഗിരി കോട്ടൺ സാരിയിൽ ഇതുപോലെ ഒരു ആപ്ലിക് വർക്ക് ഡിസൈൻ വന്നിരിക്കുന്നതാണ്. നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് നെറ്റ് യൂസ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവർ പാറ്റേൺസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് അതിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഇത് മംഗൽഗിരി കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എൻഡ് ടാസിൽസ് ഒക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ ഡിസൈൻസ് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇതിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ഇതാണ് ചെസ്റ്റ് പോർഷൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ആ ഒരു പല്ലുവിൽ കണ്ടതുപോലത്തെ തന്നെ ഡിസൈൻ കുറച്ചും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, മറ്റേതിനകത്ത് കുറച്ചുകൂടെ സ്കാറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺ ഒരു ബോർഡർ പാറ്റേണിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സാരിയാണ്. നമുക്കിപ്പം ഈ ഒരു മിഷൻ ആപ്ലിക് വർക്കിന്റെ ഒക്കെ സമയമാണെങ്കിൽ പോലും ഹാൻഡ് വർക്കിന് അതിൻ്റെതായ ഭംഗിയും ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഈ ബീഡ് വർക്ക്സ് ഒക്കെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് ആ ഒരു ഫ്ലവറിനൊക്കെ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലെ ഫ്ലീറ്റ്സിനിടയ്ക്കൂടെ സ്കാറ്റർ ചെയ്ത് വരുന്ന ഒരു പാറ്റേണിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ഫ്ലീറ്റ്സിനിടയ്ക്കോട്ട് വരുന്നത് പോലെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ 5 ഡിസൈൻസ് ആണ് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിനകത്ത് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബ്ലൗസും കൂടെ പ്രൊവൈഡ് ആയിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് പോലത്തെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിനകത്ത്. ഇതിന്റെ ആ ഒരു ബോഡി കളർ വർക്ക് വരുന്നുണ്ട്. ബ്ലാക്കിൽ ആ ഒരു ബോഡി കളർ ഗ്രീൻ വർക്ക് വരുന്നത് പോലത്തെ കോട്ടൺ ബ്ലൗസ് ഇതിനകത്ത് പെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലെയിൻ കളർ ബ്ലൗസ് ഇട്ടും പെയർ ചെയ്യാം. ഈ ഒരു ബ്ലൗസ് നമുക്ക് വേറെ സാരീസിനൊക്കെ ആണെങ്കിലും അങ്ങനെയും പെയർ ചെയ്യാം. പക്ഷെ ഇത് സെറ്റ് ആയിട്ടാണ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2250 റുപ്പീസ് ആണ്, 2250. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ്. അതൊരു ഗ്രേ ഷെയ്ഡിൽ സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ്. നമുക്ക് നോർമലി വരുന്ന ആ ഒരു സ്റ്റാഷ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് വരുന്ന കോട്ട ഫാബ്രിക് അല്ല, കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള കോട്ട ഫാബ്രിക് ആണ്. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്, സോഫ്റ്റ് കോട്ടൺ വരുന്നതാണ്. ഇതിനകത്ത് കച്ച് വർക്ക് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രേയിൽ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് ഈ ഒരു കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ പാറ്റേൺ. അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള തന്നെ ഒരു പാറ്റേൺ ആണ്. കച്ച് വർക്ക് എംബ്രോയിഡറി അറിയാം എല്ലാവർക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി സ്റ്റിച്ചും ഒക്കെയാണ്. എപ്പോഴും ഒരു എവർ ടൈം ട്രെൻഡിങ് ആയിട്ടും നമുക്ക് എപ്പോഴും ഒരു ഔട്ട് ഓഫ് ഇതായി പോകാതെ, അതായത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മുടെ ചിക്കൻ കാരി വർക്കൊക്കെ പോലത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് കച്ച് വർക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ പല്ലുവിന്റെ എൻ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ വരുന്നത്. ഉള്ളിൽ വരുന്നിടത്ത് ഡിസൈൻസ് കൊടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞ് ഇതിന്റെ റണ്ണിങ് പോർഷനിലൂടെ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ 3-4 ഡിസൈൻസ് പല്ലു പോർഷനിൽ ടോട്ടൽ വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത് പോലെ ഉടുത്ത് വരുമ്പം നല്ലതായിട്ട് ആ ഒരു പല്ലു പോർഷൻ ഫുള്ളും ആ ഒരു ബോർഡർ വൈസ് ഡിസൈൻ ഉള്ളതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള സ്ക്വയർ പാറ്റേൺസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഈ ഒരു കച്ച് വർക്ക് എംബ്രോയിഡറി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം സെയിം ഡിസൈൻ തന്നെ, കുറച്ചും കൂടെ അടുത്ത് നമ്മൾ പല്ലുവിൽ കണ്ട ഇച്ചിരി അകലത്തിലായിരുന്നു, അതിനേക്കാളും കുറച്ചുകൂടെ അടുത്ത് വരുന്നത് പോലെയാണ് ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലും ഇതുപോലെ 5 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അകലം കുറച്ചുകൂടെ ആ ഒരു തിക്നെസ്സോട് കൂടിയാണ് ഈ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഒരു വലിയ സ്ക്വയർ പാറ്റേൺ റൈറ്റ് ലെഗ് പോർഷനിൽ വന്നിട്ട് കുറച്ച് ചെറിയ പാറ്റേൺസ് ഇതിന്റെ ഒരു ഫ്ലീറ്റ്സിനിടയ്ക്കോട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയിലെ ടോട്ടൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇത് ഈ സാരി ഞാൻ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റും ഫ്ലോയുമാണ് നമ്മുടെ ഈ ഒരു ഇതുണ്ടോ. വളരെ ഈസി ടു ഡ്രേപ്പ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റിനാണെങ്കിലും സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് 2995 റുപ്പീസ് ആണ്. അപ്പൊ ഇത്രയും സാരീസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ പുതിയതായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി, അതുപോലെ ഇതുപോലത്തെ സബ്സ്ക്രൈബർ കളക്ഷനും നമ്മൾ പുതിയ ഒരുപാട് ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കളക്ഷൻ സാരീസും ഒക്കെ പുതിയതായിട്ട് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.